കാരണം അദ്ദേഹത്തിന്റെ ആദ്യമുള്ള സംസാരങ്ങളിൽ നമ്മൾ മനസ്സിലാക്കിയിരുന്നത് കാംനയെ ഉൾപ്പെടെ വധിച്ചുകൊണ്ട് ഭരണ അട്ടിമറി നടത്തിക്കൊണ്ട് അവരുടെ ആണവ ഫാക്ടറികൾ നശിപ്പിച്ചുകൊണ്ട് ആണവ റിയാക്ടറുകളിൽ ബോംബിട്ടുകൊണ്ട് അത് പരിഹരിക്കാമെന്നുള്ളതായിരുന്നു. പക്ഷേ അതിൽ നിന്നും കൂടുതൽ മയപ്പെടുന്ന ട്രംപിനെയാണ് ഇന്ന് പുലർച്ചെ നമ്മൾ കണ്ടത്. ഏതായിരുന്നാലും അദ്ദേഹത്തിന്റെ ലക്ഷ്യം അറിയില്ല. കാരണം ഇതേ രൂപത്തിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരുന്ന ട്രംപാണ് പൊടുന്നനെ ഇറാനിൽ ആക്രമിക്കുവാനുള്ള സമ്മതം കൊടുക്കുന്നത്. അതുകൊണ്ട് ട്രംപിന്റെ കാര്യത്തിൽ എന്ത് തീരുമാനം അദ്ദേഹം ഏത് നിമിഷം എടുക്കുമെന്നുള്ളത് അറിയില്ല. ട്രംപ് തന്നെ പറയുന്നത് ഞാൻ എന്ത് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മാത്രം അറിയുന്ന കാര്യമാണ്, അത് പരസ്യമായി പറയാൻ തയ്യാറല്ല എന്ന് ട്രംപ് ഇന്നലെ ആവർത്തിക്കുന്നുണ്ട്. ഇനി ട്രംപിന് മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി എന്ന് പറയുന്നത് അവരുടെ യുദ്ധലക്ഷ്യം നേടുവാനുള്ളത് ഫോർദോയിലെ അവരുടെ ഇറാന്റെ ആണവ കേന്ദ്രത്തിലുള്ള ആക്രമണമാണ്. പക്ഷെ ആ ആക്രമണം നടത്തണമെങ്കിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇസ്രായേലിന്റെ കൈവശമില്ല, അത് യുഎസിന്റെ കൈവശം മാത്രമാണുള്ളത്. ഏതാണ്ട് 13,600 കിലോഗ്രാം ഭാരം വരുന്ന 2 ബോംബുകളെങ്കിലും ഫോർദോ ആണവ കേന്ദ്രം നശിപ്പിക്കുവാൻ യുഎസിന് ആവശ്യമായിട്ട് വരും. അത് തന്നെ ഒരു പക്ഷേ ആദ്യത്തെ ആക്രമണത്തിൽ 60 മീറ്റർ ആഴത്തിൽ താഴേക്ക് പതിക്കുകയും പിന്നീട് അവിടെ സ്ഫോടനം നടത്തുകയും തൊട്ടു പിന്നാലെ അതേ സ്ഥലത്ത് തന്നെ രണ്ടാം തവണയും വീണ്ടും ആക്രമണം നടത്തുകയും വേണം. എങ്കിൽ പോലും അതിനകത്ത് ഇറാൻ ഉപയോഗിച്ചിരിക്കുന്ന കോൺക്രീറ്റ്, ഒപ്പം തന്നെ അവിടെ EM ആണോ അതല്ല കോൺക്രീറ്റ് ആണോ ഉപയോഗിച്ചത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ഇതിന് പരിക്കേൽപ്പിക്കുവാനുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകളുടെ ശേഷിയെ. ആ ഒരു തരത്തിൽ നമുക്ക് വിലയിരുത്തണമെങ്കിൽ ഇതിൽ ഏത് തരം മെറ്റീരിയൽ ഇറാൻ ഉപയോഗിച്ചു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇന്ന് പ്രത്യാഘാതം ഉണ്ടാക്കാനാവുക. ആക്രമണവുമായി ബന്ധപ്പെട്ട കാര്യം ഞാൻ ചോദിക്കുന്നത്, അഫ്താബ്, ഈ സംഘർഷം അവസാനിപ്പിക്കേണ്ടത് ഇരു രാജ്യങ്ങളുടെയും മാത്രം ആവശ്യമല്ല, അതിനപ്പുറം അതിന് ചുറ്റും പരന്നു കിടക്കുന്ന റീജിയന്റെ ആകെയും ആവശ്യമാണ്. അമേരിക്കയ്ക്ക് മേൽ ഏതൊക്കെ നിലയ്ക്കുള്ള സമ്മർദ്ദങ്ങൾ പുതുതായി രൂപപ്പെടുന്നുണ്ട്. GCC രാജ്യങ്ങൾ, സൗദി അറേബ്യ അടക്കം, UAE അടക്കമുള്ള, ഖത്തർ അടക്കമുള്ള രാജ്യങ്ങൾ ഈ കാര്യത്തിൽ വേഗത്തിൽ അവസാനിപ്പിക്കണം സംഘർഷം. ഇതൊരു വലിയ യുദ്ധമായി മാറിയാൽ അത് പല വഴിക്ക് വികസിക്കും. ഇറാന്റെ മുന്നറിയിപ്പുകൾ നമുക്കറിയാമല്ലോ. സോ അതുകൊണ്ട് അറബ് വേൾഡിന്റെ ഒരു സമ്മർദ്ദത്തിന്റെ ഒരു ഗതി ഇപ്പോൾ എങ്ങനെയാണ്? ട്രംപ് നിഷാദി പറഞ്ഞതുപോലെ തന്നെ അതിൽ ഏറ്റവും സജീവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒമാനാണ്. കാരണം ഒമാനുമായി ഒമാൻ മധ്യസ്ഥതയിൽ ആണവ ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ ആക്രമണം ഇസ്രായേൽ ആരംഭിക്കുന്നത്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു കാണുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിപ്പെട്ടത്. ഗൾഫ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രതിസന്ധി നിലവിൽ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഗസ യുദ്ധത്തിന് ശേഷം തന്നെ നമ്മൾ കണ്ടതാണ് ചെങ്കടൽ മേഖലയിൽ ഹൂത്തികൾ സൃഷ്ടിച്ച ഒരു പ്രത്യാഘാതം. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഈ ഹോർമൂസ് കടലിടുക്ക് മേഖലയിൽ ആ പ്രദേശം എന്ന് പറയുന്നത് ഇറാന്റെയും ഒമാന്റെയും നിയന്ത്രണത്തിലുള്ളതാണ് ഹോർമൂസ് കടലിടുക്ക്. ഈ കടലിടുക്ക് മാത്രമാണ് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് കപ്പലുകൾ വഴി ചരക്കുകൾ എത്തിക്കുവാനുള്ള പ്രധാനപ്പെട്ട മാർഗം. എടുത്തു പറയുകയാണെങ്കിൽ UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങൾക്ക് അവർക്ക് ചരക്കുകൾ എത്തിക്കുവാനുള്ള ഏക മാർഗം, സൗദി അറേബ്യക്ക് ജിദ്ദയിൽ തുറമുഖമുണ്ട്, പക്ഷേ മറ്റു എല്ലാ പ്രധാനപ്പെട്ട ഗൾഫ് രാഷ്ട്രങ്ങൾക്കുമുള്ള ഏക കടൽ മാർഗം ഹോർമൂസ് കടലിടുക്കാണ്. അവിടെയാണ് ഇപ്പോൾ യുഎസിന്റെ യുദ്ധക്കപ്പലുകൾ ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള എസ്കലേഷൻ നടന്നു കഴിഞ്ഞാൽ ഈ കടൽപാത അടക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഗൾഫ് രാഷ്ട്രങ്ങൾ വലിയ ജാഗ്രതയിലാണ്. കഴിഞ്ഞ 3-4 ദിവസങ്ങളിലായുള്ള ഓഹരി വിപണിയുടെ സ്ഥിതി എന്ന് പറയുന്നത് തുടരെ അത് ഗൾഫ് രാഷ്ട്രങ്ങളിൽ തകർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ക്രൂഡ് ഓയിലിന്റെ വില വർധനവാണ്. അതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചയ്ക്കുള്ള സാധ്യതകൾക്ക് പിന്നാലെ എണ്ണവില ഇടിഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വീണ്ടും ഇപ്പോൾ ക്രൂഡ് ഓയിൽ വില വീണ്ടും വർദ്ധിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട്. പക്ഷേ ഇത് അപ്രതീക്ഷിതമായി ഈ തരത്തിൽ ആക്രമണം വീണ്ടും തുടരുകയാണെങ്കിൽ സ്ഥിതിവിശേഷം ഗുരുതരമാകും. ഇത് വളരെ കൃത്യമായ ബോധ്യം ഗൾഫ് രാഷ്ട്രങ്ങൾക്കുണ്ട്. ഏതാണ്ട് 5 പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളിൽ തന്നെ യുഎസിന്റെ സൈനിക താവളങ്ങളുണ്ട്. സൗദിയിൽ ഉൾപ്പെടെ, UAE ഉൾപ്പെടെ, ബഹ്റൈനിൽ ഉൾപ്പെടെ പ്രധാനപ്പെട്ട താവളങ്ങളുണ്ട്. അതിൽ സൗദിയിൽ താരതമ്യേന ചെറുതാണെങ്കിലും ബഹ്റൈനിലാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക താവളമുള്ളത്. ഖത്തർ